ഈ സമൂഹം നിങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ ചതി എന്താണെന്നറിയാമോ? സമ്പന്നനാകുക എന്നത് വളരെ പ്രയാസകരമായ ഒന്നാണെന്ന് നിങ്ങളെ വിശ്വസിപ്പിച്ചു എന്നതുതന്നെയാണത്. പണമുണ്ടാക്കുക എന്നത് റോക്കറ്റ് സയൻസ് പോലെ സങ്കീർണമാണെന്നും അത് ഭാഗ്യമുള്ളവർക്കോ അല്ലെങ്കിൽ അതിബുദ്ധിമാന്മാർക്കോ മാത്രം ലഭിക്കുന്ന ഒന്നാണെന്നും നിങ്ങൾ കരുതുന്നു. പക്ഷേ അങ്ങനെയല്ല. സമ്പത്ത് എന്നത് വെറും അക്കങ്ങളാണ്. അതൊരു ലളിതമായ ഗണിതമാണ്. നിങ്ങൾ പണക്കാരനല്ലാത്തതിന്റെ കാരണം നിങ്ങളുടെ ബുദ്ധി കുറവായതുകൊണ്ടല്ല, അല്ലെങ്കിൽ വിപണി മോശമായതുകൊണ്ടുമല്ല, മറിച്ച് നിങ്ങളെ ദരിദ്രനാക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട ചില ധാർമ്മിക പാഠങ്ങൾ പിന്തുടരുന്നതുകൊണ്ടാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ഈ സത്യം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ലോകത്തെ നോക്കി ഒരു കാര്യം പറഞ്ഞു: പ്രകൃതി പുണ്യവാളന്മാരെ പ്രതിഫലിപ്പിക്കുന്നില്ല, അത് പരിഹാരങ്ങൾ കണ്ടെത്തുന്നവരെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരു നല്ല ജീവനക്കാരനാകാനും നല്ല രീതിയിൽ പണം ലാഭിക്കാനും നല്ല പൗരനാകാനും ശ്രമിക്കുകയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടിന് ലോകം ഒരു സ്വർണ്ണ മെഡൽ തരുമെന്ന് നിങ്ങൾ കാത്തിരിക്കുന്നു. പക്ഷേ ലോകത്തിന് നിങ്ങളുടെ കണ്ണുനീരിൽ താൽപ്പര്യമില്ല. ലോകം ഒരൊറ്റ കാര്യത്തെ മാത്രമേ ബഹുമാനിക്കുന്നുള്ളൂ: സ്വാധീനം. നിങ്ങൾ ഈ കേൾക്കുന്നത് പണക്കാരുടെ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ. ഇത് മാന്യമല്ലായിരിക്കാം, ഇത് നീതിയല്ലായിരിക്കാം, പക്ഷേ ഇതാണ് സത്യം. നിങ്ങൾക്ക് സത്യം കേൾക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിർത്താം. പക്ഷെ പണം എന്തുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവസാനം വരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിലെ അഭാവ മനുഷ്യനെ മാറ്റി നിർത്താൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് തുടങ്ങാം. 1. വേദനയുടെ സാമ്പത്തിക ശാസ്ത്രം. നിങ്ങളുടെ ഇഷ്ടം അഥവാ പാഷൻ പിന്തുടരുന്നത് നിർത്തുക. പാഷൻ എന്നത് നിങ്ങളുടെ ഹോബി മാത്രമാണ്. നിങ്ങൾക്ക് സമ്പത്ത് വേണമെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങളെ പിന്തുടരണം. ചാണക്യൻ പഠിപ്പിക്കുന്ന ഒരു രാജാവ് അധികാരം നിലനിർത്തുന്നത് അയാൾക്കിഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടല്ല, മറിച്ച് തന്റെ പ്രജകളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ്. പണം എന്നത് പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. പ്രശ്നം എത്ര വലുതാണോ പ്രതിഫലവും അത്ര വലുതായിരിക്കും. നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ നിങ്ങളുടെ സമയത്തെയാണ് വിൽക്കുന്നത്. രാവിലെ വരുന്നു, വൈകുന്നേരം പോകുന്നു. ഇതൊരു സാധാരണക്കാരന്റെ രീതിയാണ്. നിങ്ങളുടെ ആയുസ്സിന്റെ ഒരു ഭാഗം നിങ്ങൾ തുച്ഛമായ ശമ്പളത്തിന് പണയം വിൽക്കുന്നു. പണക്കാർ സമയം വിൽക്കാറില്ല, അവർ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് വിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ഹൃദയശസ്ത്രക്രിയ നടത്തുന്ന ഡോക്ടർ ഒരു ശുചീകരണ തൊഴിലാളിയേക്കാൾ കൂടുതൽ സമ്പാദിക്കുന്നത്? തറയിലെ അഴുക്ക് ഒരു അലോസരമാണ്, എന്നാൽ നിലച്ചുപോയ ഹൃദയം മരണമാണ്. നിങ്ങൾ ദരിദ്രനാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പരിഹരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ചെറുതാണ് എന്നാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലി ആർക്കും ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങളെ എപ്പോൾ വേണമെങ്കിലും മാറ്റാം. മറ്റുള്ളവർക്ക് നിങ്ങളെ സ്നേഹമുണ്ടാകുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ ആവശ്യമുണ്ടാകുന്നതാണ്. സ്നേഹം മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ആവശ്യം ഒരാളെ നിങ്ങളോട് കെട്ടിയിടും. നിങ്ങളുടെ ബോസിന് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തു വിലയും ചോദിക്കാം. വേദന എവിടെയാണെന്ന് നോക്കൂ, അവിടെ നിങ്ങളൊരു പരിഹാരമായി നിൽക്കൂ. 2. അധ്വാനമല്ല, ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. ബുദ്ധിയുള്ളവൻ കഠിനാധ്വാനം ചെയ്യുന്നവനല്ല, മറിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കുന്നവനാണ്. ഒരു കഴുത മരിക്കുന്നതുവരെ ഭാരം ചുമക്കുന്നു, പക്ഷേ അതിനൊരിക്കലും സമ്പത്ത് ലഭിക്കുന്നില്ല. യഥാർത്ഥ പണക്കാർ സ്വന്തം ശരീരം കൊണ്ട് പണിയെടുക്കുന്നവരല്ല, മറിച്ച് 3 തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരാണ്. 1. മറ്റുള്ളവരുടെ അധ്വാനം. നിങ്ങൾ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതിനു പകരം നിങ്ങളെ സഹായിക്കാൻ ഒരു ടീമിനെ വളർത്തുക. ഒരാൾ മാസങ്ങളോളം ചെയ്യേണ്ട കാര്യം ഒരു സംഘം ചെയ്താൽ ദിവസങ്ങൾക്കുള്ളിൽ ചെയ്തു തീർക്കാം. 2. നിക്ഷേപം. നിങ്ങളുടെ പണത്തെ പടയാളികളായി മാറ്റുക. പണം നിങ്ങൾക്കായി പണിയെടുക്കണം. 3. വിജ്ഞാനവും മാധ്യമവും. ഇതൊരു പുതിയ ലോകമാണ്, നിങ്ങളും അതിനനുസരിച്ച് മാറണം. ഉദാഹരണത്തിന്, ഈ വീഡിയോ ഞാൻ ഒരിക്കൽ മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ, പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുന്നു. അധ്വാനമൊരിക്കൽ, ലാഭം ആജീവനാന്തം. 3. കാഴ്ചപ്പാടാണ് യാഥാർത്ഥ്യം. ക്രൂരമായ ഒരു സത്യം പറയാം: നിങ്ങളുടെ യഥാർത്ഥ മൂല്യമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത്, മറിച്ച് മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചുള്ള മൂല്യമാണ്. നിങ്ങൾ ദയനീയമായി കാണപ്പെട്ടാൽ ലോകം നിങ്ങളെ ചൂഷണം ചെയ്യും. നിങ്ങൾ വില കുറഞ്ഞവരാണെന്ന് തോന്നിച്ചാൽ ആളുകൾ നിങ്ങളോട് വിലപേശും. ഉദാഹരണത്തിന്, 2 ബിസിനസ്സുകാരെ നോക്കാം. ഒരാൾ വലിയ അറിവുള്ളവനാണ്, പക്ഷേ അയാൾ കാണാൻ അലസനും സംസാരിക്കാൻ ആത്മവിശ്വാസമില്ലാത്തവനുമാണ്. രണ്ടാമത്തെയാൾ ശരാശരി അറിവുള്ളവനാണ്, പക്ഷേ അയാൾ കൃത്യമായ വസ്ത്രം ധരിക്കുന്നു, അധികാരത്തോടെ സംസാരിക്കുന്നു. ലോകം രണ്ടാമത്തെ ആൾക്ക് പിന്നാലെ പോകും. എന്തുകൊണ്ട്? വില കൂടിയത് എപ്പോഴും ഗുണമുള്ളതായിരിക്കുമെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്ലാനിങ്ങിലും സംസാരത്തിലും ഒരു രാജകീയത കൊണ്ടുവരിക. ഒരിക്കലും പണത്തിനുവേണ്ടി യാചിക്കരുത്. ആളുകൾക്ക് അധികാരത്തോട് ചേരാനാണ് താൽപര്യം. നിങ്ങൾ ദുർബലനാണെന്ന് തോന്നിച്ചാൽ അവർ നിങ്ങളെ കൊള്ളയടിക്കും.
അതുകൊണ്ട് നിങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് മുതൽ സംസാരം വരെ ഒരു ബ്രാൻഡായി മാറ്റുക. 4. ബന്ധങ്ങളിലെ കാർക്കശ്യം. നിങ്ങൾക്ക് കൂടുതൽ ആശയങ്ങളോ കൂടുതൽ സമയമോ അല്ല വേണ്ടത്. ചാണക്യൻ തന്റെ രാജ്യത്തുനിന്ന് പരാന്നഭോജികളെയും വഞ്ചകരെയും പുറത്താക്കിയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദാരിദ്ര്യം പടർത്തുന്ന ചില വൈറസുകളുണ്ട്. ഒന്നാമത്തത് കൂടെയുള്ള ആളുകൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവാക്കുന്ന 5 പേരുടെ ശരാശരിയാണ് നിങ്ങൾ എന്നതൊരു ക്ലീഷയായിരിക്കാം, പക്ഷേ അതൊരു സത്യമാണ്. പരാതി പറയുന്നവർ, ഭാഗ്യത്തെ പഴിപറയുന്നവർ, ഇത്തരക്കാരുടെ കൂടെ നിങ്ങൾ സമയം ചിലവാക്കിയാൽ ആ ദാരിദ്ര്യം നിങ്ങളിലേക്കും പടരും. രണ്ടാമത്തേത് അനാവശ്യ വിവരങ്ങൾ. ലോകം മുഴുവൻ ടിക്ടോക്കും ഇൻസ്റ്റാഗ്രാമും സ്ക്രോൾ ചെയ്ത് സമയം കളയുമ്പോൾ അവർ മറ്റാരെയോ പണക്കാരനാക്കുകയാണ്. നിങ്ങളൊരു ഉൽപ്പന്നമായി മാറുകയാണ്. സമ്പന്നർ വിവരങ്ങൾ ഉപയോഗിക്കുന്നത് ലാഭത്തിനാണ്. പാവപ്പെട്ടവർ അതുപയോഗിക്കുന്നത് രക്ഷപ്പെടലിനാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിന് സഹായിക്കാത്ത സുഹൃത്തുക്കളെയും ശീലങ്ങളെയും ചിന്തകളെയും പുറത്താക്കുക. വാടക നൽകാത്ത ഒന്നിനെയും നിങ്ങളുടെ തലയ്ക്കുള്ളിൽ താമസിപ്പിക്കരുത്. 5. വികാരരഹിതമായ നീക്കങ്ങൾ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പാഠത്തിലേക്ക് വരുന്നത്. പണം മോശമാണ്, പണക്കാരൻ അത്യാഗ്രഹിയാണ് എന്നൊക്കെയുള്ള സിനിമാ കഥകൾ മറന്നേക്കൂ. ലോകം ഒരു മത്സരമാണ്. നിങ്ങൾ പണം വാങ്ങാൻ മടിച്ചാൽ വിപണിയിൽ മറ്റൊരാൾ അത് വാങ്ങും. അമിതമായി വിനയം കാണിക്കുന്നത് ഒരു ഗുണമല്ല, അതൊരു ബലഹീനതയാണ്. ബിസിനസ്സിൽ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് ബഹുമാനിക്കപ്പെടുന്നതാണ്. ആളുകൾ നിങ്ങളെ പേടിക്കണം എന്നല്ല, നിങ്ങളുടെ അതിരുകളെ അവർ ബഹുമാനിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തിനായി നിങ്ങൾ കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. ചിലപ്പോൾ മോശം ജീവനക്കാരെ പിരിച്ചുവിടേണ്ടിവരും, ചിലപ്പോൾ കരാറുകൾ കർക്കശമാക്കേണ്ടിവരും. നിങ്ങളൊരു നല്ല മനുഷ്യനാകാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരാൾ ലാഭം കൊണ്ടുപോകും. വികാരങ്ങളെ മാറ്റി നിർത്തുക, പ്രശ്നങ്ങൾ കണ്ടെത്തുക, പരിഹാരം നൽകുക. ഇത്രയുമാണ് കാര്യം. കഠിനമായ ഭാഗം ഈ തന്ത്രങ്ങളല്ല, മറിച്ച് നിങ്ങൾ ആരായി മാറണം എന്നതാണ്. ആരും കാണാത്തപ്പോൾ ജോലി ചെയ്യാനും ആരും അഭിനന്ദിക്കാത്തപ്പോൾ മുന്നേറാനും നിങ്ങൾക്ക് കഴിയുമോ? എങ്കിൽ സമ്പത്തൊരു സാധ്യതയല്ല, അതൊരു ഗണിതശാസ്ത്രപരമായ ഉറപ്പാണ്. നിങ്ങൾ ഇപ്പോഴും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെപ്പോലെയല്ല എന്ന് എനിക്കറിയാം. സമൂഹത്തിന്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ നിങ്ങൾ തയ്യാറാണ്. ഈ പാതയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ ആ നിശബ്ദതയാണ് നിങ്ങളുടെ കരുത്ത്. ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഗൌരവമേറിയ ചാണക്യതന്ത്രങ്ങൾ ഇനിയും വരുന്നുണ്ട്. കമന്റ് ബോക്സിൽ ഐ എം റിച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ഒന്നിച്ചു വളരാം.